എന്താ ഇസ്ലാമിൽ ഒരു സ്ത്രീയുടെ വേഷം എന്താണ്? അതൊന്നും ഒരു അഭിപ്രായ ഭിന്നതക്ക് പോലും അവകാശമില്ലാത്ത വിധം ഇസ്ലാം പ്രഖ്യാപിച്ചത്. ഖുർആൻ സ്ത്രീകളുടെ വസ്ത്രത്തിന് ഉപയോഗിച്ച ഒരു പേര് അല്ലെ, പേരുമെന്നല്ലേ നമ്മൾ വസ്ത്രം മനസ്സിലാക്കുക. പർദ്ദ എന്ന് പറഞ്ഞാൽ ആ പേരുമെന്നല്ലേ ആ വസ്ത്രം മനസ്സിലാക്കി. പർദ്ദ കാണിച്ചത് പേര് കേട്ടാ പോലെ. ഇസ്ലാം പറഞ്ഞൊരു പേരുണ്ട്. എന്താ സുഹൃത്തുക്കൾ ഖുർആൻ ഉപയോഗിച്ച പേര്? ആ പേരുള്ള വസ്ത്രത്തിന് പടച്ചോന്റെ സ്വീകാര്യത. എന്താണ് ആ വസ്ത്രം? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ഓ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, വിശ്വാസിനികളായ സ്ത്രീകളോട്, ഞാൻ റസൂലിനെ അംഗീകരിച്ചു, അള്ളാഹിനെ അംഗീകരിച്ചു എന്ന് പറയുന്ന എല്ലാ പെണ്ണുങ്ങളോടും റസൂലെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അവിടെ ജിൽബാബ്, ഖുർആൻ ജിൽബാബ്. ജിൽബാബ് എന്താ? മലയാളത്തിൽ മൂടുപടം എന്ന് പറയും. ആകെ കവർ ചെയ്യുന്ന വസ്ത്രം. അത് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അങ്ങനെ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു. എന്ത് വസ്ത്രം ധരിച്ചാലും അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ദേഹത്തെ കവചമാക്കുന്ന, കവർ ചെയ്യുന്ന ഒരു വസ്ത്രം. അതാ ജിൽബാബ്. അതാ ഖുർആൻ പറഞ്ഞ വസ്ത്രം, ജിൽബാബ്. ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? മുഖം പോലും മറക്കണം എന്ന് പറഞ്ഞു. മുഖം മുൻകൈയിൽ ഒരു സ്ത്രീക്ക് ഒഴിവാക്കി കൊടുത്താണ്. മുഖം പോലും മറക്കൽ നിർബന്ധമാണെന്ന് വാദിക്കാൻ വരെ ഈ ഒരു പദമാണ്, ജിൽബാബ് എന്നൊരു പദമാണ്. എല്ലാം കവചം ചെയ്യുന്ന വസ്ത്രം എന്നാണ്. യകുൻ ഫൗക സിയാബ് മിൻ മുലഹഫത്തിൻ വഖിമാരിൻ ബരിദ. ആകെ കവർ ചെയ്ത് നിൽക്കുന്ന തട്ടങ്ങൾ, അതേപോലെ തന്നെ മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ധരിക്കേണ്ടത്. അതിനെന്ത് കിട്ടി? അയഞ്ഞ വസ്ത്രമാവണം. ഉള്ളത്തെ വസ്ത്രങ്ങൾ പുറത്ത് കാണാൻ പറ്റൂല. മേലിൽ വസ്ത്രം ഉണ്ടെങ്കിൽ ഉള്ളിൽ വസ്ത്രം വേറെ ഉണ്ടാവൂലേ? കാണാൻ പറ്റൂല. മുഴുവൻ മറയാത്ത വസ്ത്രം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണുന്ന വസ്ത്രമാകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുക, അതാണ് ഒരു ഇസ്ലാമികമായി. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീക്ക് എവിടെയും പറയാൻ പറ്റും, ഇത് ഞങ്ങളെ ഇസ്ലാമികമായ വേഷം, ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് പറയുന്നിടത്തേക്ക് നമ്മുടെ മതബോധം എത്തണം. അത് അഴിച്ചിടാൻ വേണ്ടി പറയുമ്പോൾ ഇത് ദീനിന് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന ബോധം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളുടെ അടിസ്ഥാന പരിഹാരം.